എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാനാണെങ്കിൽ ഞാൻ അതർവൈസ് ഒരു ടിപ്പിക്കൽ ഹോം മേക്കറാണ്. ഇഫക്റ്റ് ഹോം അങ്ങനെയാണ്. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥിരം മീൻ മേടിക്കുന്ന ഒരു കാക്കുണ്ടത്. അപ്പോൾ 1-2 പേരുണ്ട് കേട്ടോ. അപ്പോൾ 2-3 പേര് ഞാൻ അവരുടെ അടുത്ത് നിന്ന് മീൻ മേടിക്കാൻ പോകുന്ന സമയത്ത് എന്നെ അപ്പുറത്തുനിന്ന് മീൻ മേടിക്കാൻ വരുന്നവർ എന്തായി പഠിത്തത്തിൻ്റെ എന്തായി പണിൻ്റെ ഇടയിൽ പഠിത്തം നടക്കുന്നുണ്ട്, അക്കാഡമിയിൽ എന്താ വന്നത് പിന്നെ പഠിക്കുന്ന സമയത്ത് ചോദിച്ച സമയത്ത് പറഞ്ഞാൽ അതൊക്കെ അതിൻ്റെ കൂടെ പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ അവരിങ്ങനെ ചോദിച്ച് എന്താ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് ഒരു ആളെ കണ്ട് അതേ ത്രില്ലായിരുന്നു. അപ്പോൾ പക്ഷെ എനിക്ക് പേഴ്സണലി എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവം മാത്രമാണ്. ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ക്ലാസ് ഉണ്ടല്ലോ, മിഡിൽ ക്ലാസ് അല്ല, മീഡിയോക്കർ ക്ലാസ്സും അല്ല. വെൻ ഇറ്റ് കംസ് ടു ഒരു ബിസിനസ് ക്ലാസ്, ആ രീതിയിൽ ഒരു മെർക്കൻറ്റൈൽ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഒത്തിരി പേരെടുത്തു നിന്നും അവരത്ര ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ട് ഇതിനെ ആസ് സച്ച് കാണുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിപ്പോയി. ബിക്കോസ് അറ്റ് ദ എൻഡ് അത്തരത്തിലുള്ളവരുടെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വളരെ സബ്സർവിയൻ്റ് ആയിട്ട് നിൽക്കുന്ന പൊളിറ്റീഷ്യൻസിനെ സെർവ് ചെയ്യുന്ന, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ച് മാസം 60,000, 70,000, 80,000 രൂപയ്ക്ക് ജോലി ചെയ്യാൻ ഇത്രയും ജീവൻ മരണ പോരാട്ടം നടത്തുന്നതെന്ന് ചോദിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയേണ്ടത് ആദ്യത്തെ നമ്മൾ എത്ര കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആഗ്രഹം തുടങ്ങിയതൊക്കെയാണ്. അപ്പം ഏറ്റവും അക്കാഡമിക്കലി ഉയർന്നതും ഒട്ടും ഇല്ലാത്ത ഈ 2 കാറ്റഗറിന്നാണ് എനിക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത്. ഈയിടെയായിട്ട് UPSC പ്രിപ്പറേഷൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് വന്ന മാറ്റം എന്താന്ന് വെച്ചാൽ 2022 to 2024 ഏപ്രിൽ ഞാനിവിടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. 2025 ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണത്. അപ്പം ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി എൻഹാൻസ്മെന്റ് എന്നുള്ളൊരു കാര്യം, ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിനകത്ത് മാത്രമേ നിൽക്കൂ. എനിക്ക് വലിയൊരു ഒരു ലക്ഷറി ഉണ്ട്. എന്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സബ്ജക്റ്റ് മുഴുവൻ ഒഴിവാക്കും. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫോട്ടോ ആയിട്ടുള്ള എൻ്റെ മാസ്റ്ററിയുള്ള സബ്ജക്റ്റിൽ എനിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ എനിക്ക് സ്കോർ ചെയ്യാം. നേരെ മറിച്ച് ഞാനൊരു സ്റ്റാഫ് ആകുമ്പം എൻ്റെ സബ്ജക്ട് ബാക്ക്ഗ്രൗണ്ട് സയൻസ് അല്ല, എൻ്റെ സ്ട്രീം ഹ്യൂമാനിറ്റീസ് ആണ്. യെറ്റ് ഞാനിവിടെ സയൻസും ടെക്കും ജനറൽ സയൻസും പഠിപ്പിക്കേണ്ട സമയം ഉണ്ടാവാറുണ്ട്. അപ്പം അതുവരെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു റിലക്റ്റൻസ് ഉണ്ടാവുമല്ലോ ആ സബ്ജക്റ്റിനോട്, അതിനവിടെ യാതൊരു പ്രസക്തിയും ഇല്ല. ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്തിട്ട് ഒരു കംഫർട്ട് സോൺ ക്രോസ് ചെയ്യുന്ന മൊമെന്റിൽ ആക്ച്വലി നമ്മുടെ ഒരു കപ്പാസിറ്റി ബിൽഡിങ് വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് കംപ്ലീറ്റ്ലി സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത 10th പാസ്സാവാൻ വേണ്ടി മാത്രം സയൻസ് പഠിച്ച് ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ജനറൽ സയൻസിൻ്റെ ടോപ്പിക്സ് ഡെയിലി കറണ്ട് അഫയേഴ്സിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ബിക്കോസ് ഓരോ സബ്ജക്റ്റിൻ്റെ ഡിക്ഷണറി അല്ലെങ്കിൽ ലെക്സിക്കോൺ വ്യത്യാസമുണ്ട്. ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാൾ എന്താ പറയുക ഡിഫൈൻ ദ ടേം റിപ്പബ്ലിക് എന്ന് എഴുതുമ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാൾ എഴുതുന്നതും സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിച്ച ഒരാൾ എഴുതുന്നത് കൊമേഴ്സ് പഠിച്ച ഒരാൾ അല്ലെങ്കിൽ ഡിഫൈൻ എ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 ബാക്ക്ഗ്രൗണ്ടുകാർ നിന്നാണ് എഴുതുക അല്ലേ. അപ്പം ഇതിൻ്റെ ഒക്കെ വളരെ കോമ്പോസിറ്റ് ആയിട്ടുള്ളൊരു വേർഷനാണ് നമ്മൾ ഈ സബ്ജക്റ്റ് ബാരിക്കേഡ് നിന്ന് പുറത്തു പോയിട്ട് എല്ലാം പഠിക്കുമ്പോൾ കിട്ടുന്നത്. എനിക്കിപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പഠിപ്പിക്കേണ്ടി വരുന്നുണ്ട്, മെഷീൻ ലേണിംഗ്, എന്താ പറയുക, ഇപ്പോൾ നമ്മളിപ്പോൾ ഡീപ് ഫേക്ക് എന്നൊക്കെ പറയുന്ന ടേംസ് ഒക്കെ ന്യൂസിൽ കാണാറുണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ, ഇപ്പോൾ മെറ്റ ഒക്കെ. അപ്പം ഇതൊക്കെ എനിക്ക് അതർവൈസ് ഞാൻ കേട്ട് പരിചയമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഡെലിബറേറ്റ്ലി എനിക്ക് പഠിക്കാം, അപ്പോൾ അത് ഒഴിവാക്കിയാൽ എനിക്ക് പാസ്സാവെന്ന് വിചാരിച്ച് പോകുന്നതാണ്. പക്ഷെ അതിവിടെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മളിലൊരു കപ്പാസിറ്റി ഇങ്ങനെ ബിൽഡപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പം അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് സ്റ്റാഫിലോട്ട് മാറുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ പോലും അറിയാതെ നമ്മൾ നമ്മുടെ ബൗണ്ടറി പുഷ് ചെയ്യുന്നതാണ്. എന്താണ് മാമിനെ ഈ ഒരു പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യാൻ മെയിൻലി ഉള്ളത് എൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള റീസൺസ് ആണ്. ബിക്കോസ് എൻ്റെ ഫാദർ ഒരു ഗവൺമെന്റ് സർവീസിലുള്ള ആളായിരുന്നു. അപ്പം അത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി അന്ന് സിവിൽ സർവീസിൽ എത്ര സ്ട്രീം ഉണ്ട്, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം ബ്യൂറോക്രസി റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ സിവിൽ IAS IPS ഉണ്ട് എന്നൊന്നും അറിയാത്തൊരു കാലത്തിൽ ഞാനിത് ഇങ്ങനെ ഒന്ന് അവിടെ നിന്ന് ആഗ്രഹിച്ചത് എൻ്റെ ഫാദറിനെ കണ്ടിട്ടാണ്. പ്ലസ് അത് കഴിഞ്ഞ് പിന്നെ സ്കൂള് കോളേജ് അങ്ങനെ പോകുന്തോറും എൻ്റെ ഒരു മോട്ടിവേഷൻ കൂടിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഞാൻ അതിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ടായില്ല. ബിക്കോസ് ഞാനൊരു സാധാരണ ഗ്രാമപ്രദേശത്തു നിന്ന് വരുന്ന എന്നാൽ വലിയ എക്സ്പോഷർ കിട്ടി പഠിച്ച ആളാണ്. ബിക്കോസ് എൻ്റെ ഗ്രാൻഡ് പേരൻസ് ബേസിക്കലി വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ ഗ്രാൻഡ് പേരൻസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് അതിൻ്റെ ഒത്തിരി ബെനിഫിറ്റ്സ് ഞാൻ അതർവൈസ് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നാട്ടിൻപുറത്തുകാരിയാണെങ്കിലും എനിക്ക് എക്സ്പോഷർ കുറവുണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ടൗൺ വിട്ട് പോകുന്നതൊക്കെ വളരെ കുറവാണ്. ബട്ട് യെറ്റ് നല്ല എക്സ്പോഷർ കിട്ടിയ ഒരാളെ പോലെ തന്നെയായിരുന്നു ഞാൻ.
അപ്പം സ്കൂളിൽ കോളേജിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പുറത്തൊന്നും ഞാൻ പോവാത്ത ആളാണ്. ബട്ട് ഞാൻ കോളേജ് കാലഘട്ടത്തിൽ പ്രിപ്പയർ ചെയ്യുമ്പം എനിക്ക് വളരെ എൻറിച്ചിങ് ആയിട്ടുള്ളൊരു ക്യാമ്പസ് ലൈഫ് വേണമെന്ന്. അപ്പോൾ ഒത്തിരി കോളേജ് യൂണിയൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. ബട്ട് ഈ സിവിൽ സർവീസ് എന്നുള്ളത് ദിവസവും എൻ്റെ ആഗ്രഹമാണ്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം ഞാനൊരു UPSC ആസ്പിറന്റ് ആണുള്ളത്. പക്ഷെ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 2020 എനിക്കൊരു കുഞ്ഞ് ബേബിയാണപ്പോൾ വീട്ടിലിരുന്ന് തന്നെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ മോട്ടിവേഷൻ ചോദിച്ചല്ലോ. ഫസ്റ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് എൻ്റെ ഫാദർ തന്നെയാണ്. സെക്കൻഡ് മോട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് പിന്നെ എൻ്റെ ലൈഫിൽ കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഹസ്ബൻഡ് ഞാൻ ഇൻഫാക്ട് അബ്രോഡ് വർക്ക് ചെയ്ത ഒരാളാണ്. കല്യാണം കഴിഞ്ഞ് ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ ട്രാൻസ്പോർട്ടേഷൻ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്ത്. ബട്ട് എനിക്കൊരു കുട്ടിയായപ്പോൾ വീണ്ടും നാട്ടിൽ തിരിച്ചു വന്നൊരു നമ്മൾ സാധാരണയായി കാണുന്നതിലും അപ്പുറം സാധാരണക്കാരായിട്ടുള്ളൊരു വീട്ടമ്മയായിട്ട് വീട്ടുകാരെയും കുടുംബക്കാരെയും നോക്കി രാവിലെ തൊട്ട് രാത്രി വരെ 24/7 ഹൗസ് കോഴ്സ് മാത്രം ചെയ്ത് പോകുന്ന സമയത്ത് അയാളാണ് എനിക്കൊരു മോട്ടിവേഷൻ തന്നത്. എന്താ കോളേജ് ഇത്രയും വലിയ ക്യാമ്പസുകളിൽ പഠിച്ചിട്ട് ഇത്ര വലിയ എക്സ്പോജർ കിട്ടി, ഇത്രയും വലിയ പേരും പ്രശസ്തിയും ഒക്കെ ക്യാമ്പസിന്റെ ഉള്ളിൽ കേട്ടോ ഞാൻ പറയുന്നത് ഒക്കെ കിട്ടിയിട്ട് അന്ന് കൈയടികളായിരുന്നെങ്കിൽ ഇന്ന് പാത്രങ്ങളുടെ കൂട്ടിയടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നെ വല്ലാണ്ട് എന്നെ ഹോൾട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഏറ്റവും വലുതാവണമെന്ന് ആഗ്രഹിച്ച എൻ്റെ ഫാദർ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ലിജി LDC വിളിക്കുന്നുണ്ട്, LD ക്ലർക്കിന്റെ PSC, അത് ലിജിക്ക് എന്തായാലും കിട്ടുന്നു. ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നോട് പറയാൻ. കാരണം ഞാൻ ആലോചിച്ചു സിവിൽ സർവീസ് എന്നുള്ളത് എൻ്റെ വാപ്പച്ചി എനിക്ക് അപ്പം എന്നെ കണക്കാക്കുന്നില്ലേന്ന്. കാരണം വാപ്പച്ചി എപ്പോഴും പറഞ്ഞില്ല ലിജി UPSCക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി പൊതുവെ എൻ്റെ ഒരു ട്രാക്ക് ഇങ്ങനെ മാറുന്നതനുസരിച്ചിട്ട് അവരുടെ ഒരു ഓറിയന്റേഷൻ എന്നെ പറ്റിയുള്ള മാറുന്നത്. അന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നെ എൻ്റെ കുട്ടിക്ക് ഒരു വയസ്സാകുമ്പോൾ സംസാരിക്കാൻ തുടങ്ങിയല്ലോ. അപ്പോഴാണ് ഞാൻ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ തുടങ്ങിയത്. ഈ കുട്ടി ആദ്യം പറഞ്ഞ 3 ആൽഫബറ്റ് IFS എന്നുള്ളതാണ്. അന്ന് കുട്ടി കാണുന്ന പ്രോസസ്സ് ഞാൻ ഇങ്ങനെ പുസ്തകം പഠിക്കുകയാണ്. അപ്പോൾ ഒരു 1.5 വയസ്സ് 1.25 വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ അങ്ങനെ പഠിച്ച് നല്ല ആക്റ്റീവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്താണ് ഇതിന്റെ ഒരു ഇതെന്ന് ചോദിക്കുമ്പോൾ ആര് വന്നാലും മോനോട് ചോദിക്കുമ്പോൾ ബുക്ക എന്ന് പറയും. വേറെ ഒന്നും അത് പറയാനറിയില്ല. പിന്നെ ഒരു 2 വയസ്സ് കറക്റ്റ് 2 വയസ്സും 5 മാസം ഉള്ളപ്പോഴാണ് ഞാനിവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. എന്നാലോചിച്ചൊക്കെ എത്ര ചെറിയ കുട്ടിയാണ്. അന്ന് അവനും കൂട്ടി ഞാൻ അഡ്മിഷൻ എടുക്കാൻ വന്നത്. അപ്പം അന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് ഇവിടെ പഠിച്ചാൽ ഞാൻ ഈസി എന്നിട്ട് IFS ഒക്കെ ആവുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവന് ആ പ്രായമുള്ള കുട്ടിക്ക് അത് അറിയണമെങ്കിൽ എത്രത്തോളം അവനത് കണ്ട് ശീലിച്ചിട്ടും ഞാനത് എത്രത്തോളം അവന് ദിവസവും പറഞ്ഞു കൊടുത്തിട്ടാണ് ആലോചിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അവന് ഇതേ സമയത്ത് 2 വയസ്സപ്പോൾ നല്ല വർത്താനം പറയാൻ തുടങ്ങി. പൊതുവെ അന്ന് അവനെ വീട്ടിലാക്കി ഞാൻ അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഒരു പ്രാവശ്യം കിട്ടുന്നപ്പോൾ വല്ലാണ്ട് കരഞ്ഞപ്പം ഞാൻ ചോദിച്ചത് ഞാൻ പോണ്ടേന്ന്. പറഞ്ഞു പോണ്ട. അങ്ങനെയല്ല പോണ്ടെന്നല്ല പോകാതിരിക്കരുത്. കാരണം ഇപ്പൊ IFS ആവില്ലല്ലോ, ഇവിടെ നിന്ന് ആവില്ലല്ലോ. IFS ആയാലല്ലേ എനിക്ക് റൊണാൾഡോനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അവന് അറിയാം ഇതെന്തോ വലുതാണ്, ഇതൊരു വലിയ ഡ്രീമാണ്. ആ ഡ്രീമിന്റെ കൂടെ ലൈഫിൽ ഒരുപാട് വലുത് സംഭവിക്കും. അത് ആ കുട്ടീനെ അന്ന് ഞാനാക്കി വരുമ്പോ എന്റെ മോൻ ഒരിക്കൽപ്പോലും ലിജി പോവല്ലേ എന്ന് പറഞ്ഞില്ല. പോവാതെ പറ്റൂലല്ലോ. ഇന്നിപ്പോ അവന് 4 വയസ്സ് കഴിഞ്ഞ് ഇന്നും ഞാൻ ലിജി എന്തേ പോണ്ടേ നിൽക്കണം എന്ന് ചോദിച്ചാല് പക്ഷെ പോവാതെ പറ്റൂലല്ലോ എന്നാണ് ചോദിക്കാം. അല്ലെങ്കിൽ IFS കിട്ടുമല്ലോ. അതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ എനിക്ക് വേറെ ഒന്നുമില്ല. ബിക്കോസ് ആ കുട്ടി ഒരു പ്രാവശ്യം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് വന്നപ്പോഴേ 2020 പ്രിലിംസ് കഴിഞ്ഞിട്ട് 3 വയസ്സാണെന്നാണ് ഞാനിതും പിടിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ പിടിച്ചപ്പോൾ ചോദിച്ചു ഇതാണോ IFS, ഇതാണോ നമ്മൾ പറയുന്ന IFS? അതായത് അതിന്റെ ലൈഫിന്റെ ഒരു ഭാഗമായിക്കണത്. അപ്പം ഈ 3 പേർക്കും എനിക്ക് കൊടുക്കാനുള്ള വലിയൊരു ട്രീറ്റ് ആണത്. അപ്പൊ ആ കുട്ടീനെ അത്രയും കഷ്ടപ്പെടുത്തി ഞാനിവിടെ നിൽക്കുന്നതിന് എനിക്ക് അല്ലെ റിസൾട്ട് വേണം. മാം, ഈയിടെയായിട്ട് മാമിന് എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി എക്സാമിന് വിഷയമുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഒന്നാമത് എന്റെ വയസ്സ് 30 അപ്പൊ എന്റെ ഒരു നമ്മുടെ മൊമെന്റ് വി ക്രോസ് ദ 20s ആൻഡ് വി ഗെറ്റ് ഇൻ ടു ദ ബ്രാക്കറ്റ് ഓഫ് 30s ഏത് മനുഷ്യനും വൾനറബിൾ ആവും. ബിക്കോസ് നമ്മുടെ ഒരു പ്രൈം ടൈമിന്റെ എല്ലാവരും ഒരു മെറീഡിയൻ ഇങ്ങനെ കുറഞ്ഞ് ഇരിക്കുകയാണ്. എനിക്ക് ഇനിയും 5 അറ്റംപ്റ്റ് ഉണ്ട്. 35 വയസ്സ് വരെ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടീൻ്റെ അടുത്ത് നിന്ന് ഓൾറെഡി ഇപ്പൊ ഞാൻ 2.5-3 വർഷമായിട്ട് വിട്ടു നിൽക്കുകയാണ്. അപ്പം ഒരു പ്രായത്തിനപ്പുറം നമ്മുടെ മക്കളുടെ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഒരു പേരന്റിങ് എന്ന് പറയുന്നത്, കുട്ടികളുടെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഇതൊക്കെ വളരെ അൺസ്റ്റഡിയാണ്. അപ്പൊ അത് എനിക്ക് ഒരു ഭാഗത്തുനിന്ന്. ബട്ട് മറ്റ് പൊതുവെയുള്ളൊരു കല്യാണം കഴിഞ്ഞ കുട്ടികളുടെ കാൻഡിഡേറ്റ്സിനെ വെച്ച് നോക്കുമ്പം എൻ്റെ ഫാമിലി സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് മോർ ദാൻ 100% ആണ്. സ്പെഷ്യലി എൻ്റെ വീട്ടിനേക്കാൾ ഇറങ്ങി ലോസിന്റെ സൈഡിൽ നിന്ന്. അപ്പൊ ആ സ്ട്രെസ് എനിക്കില്ല. ഒരു പേരന്റ് എന്നുള്ള രീതിയിലുള്ള
ഒരു വൈഫ് എന്നുള്ള രീതിയിലുള്ള എനിക്ക് മാനസികമായിട്ടുള്ള സ്ട്രെസ്. പ്ലസ് എന്താന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്നതിന്റെ ഡെലിവറബിൾസിന്റെ ക്വാളിറ്റി ഭയങ്കര മികച്ചതായിരിക്കണം. ചില സമയത്തുണ്ടല്ലോ നമ്മളിങ്ങനെ ഓരോ സബ്ജക്റ്റിന് കൂടുമാറി പോകുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി വന്നിട്ടുള്ള ഒരു ഡിലേമ ചില സബ്ജക്റ്റിന്റെ എൻ്റെ ആക്യുറസി കുറഞ്ഞു കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ ഞാനൊരു മാസ്റ്റർ ഓഫ് എന്താ പറയാ, ഒരു ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നന്നായി മാറുമോ എന്നൊരു പേടിയാണ്. ബിക്കോസ് ഇന്ന് സയൻസ് ടെക് ഡീൽ ചെയ്ത്, നാളെ ഞാൻ ഹിസ്റ്ററി ഡീൽ ചെയ്ത്, അടുത്ത ദിവസം പോളിറ്റി ഡീൽ ചെയ്യുമ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയോ അറിയാം. ചില സമയത്ത് ഒന്നും അറിയാതായി പോകുമോ എന്നുള്ളൊരു ആൻസൈറ്റി ഇഷ്യൂ. ബേസിക്കലി ആ ഒരു ആൻസൈറ്റി ഇഷ്യൂ സബ്ജക്ട് വൈസ് നമുക്കൊരു ക്ലാരിറ്റി, തിമാറ്റിക് ഒരു കോൺസെപ്റ്റുകൾ ക്ലാരിറ്റി വരും. പിന്നെ മെയിനായിട്ട് ഇത് ഏജ് ബ്രാക്കറ്റ് ക്രോസ് ചെയ്യുമ്പം ഒരു പിന്നെ സ്പെഷ്യലി ബീങ് എ വുമൻ നമുക്ക് ഒത്തിരി എന്താ പറയുക കമ്മിറ്റ്മെന്റ്സ് വേറെ ഉണ്ട്. അങ്ങനെയുണ്ടല്ലോ. അതെ, ഞാനൊരു പാരന്റും കൂടാണ്. ഞാനൊരു ഡോക്ടറും ഒരു വൈഫും മാത്രമല്ല, മൈസെൽഫ് എ പാരന്റ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രെസ് വേറെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് സത്യം അറിയാലോ, എനിക്ക് ലൈഫിൽ നമുക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കിട്ടുള്ളൂ. പക്ഷെ മരണം വരെ ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേദന ഉണ്ടാവും. ഞാനത് അത്ര ആഗ്രഹിച്ചു പോയി. അല്ലെങ്കിൽ എത്രയും ചെറിയൊരു കുട്ടീനെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒറ്റപ്പെട്ടിട്ടില്ല. ഒരു ക്രൂഷ്യൽ ടൈമാണല്ലോ ഈ 5-6 വയസ്സ് പാരന്റിങ് എന്ന് പറയുന്നത്. കാരണം ഇവിടുന്ന് എങ്ങനെ നേർച്ചറായി വരുന്നോ അതനുസരിച്ചിട്ടിരിക്കും. പക്ഷെ അതിന് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു കേട്ടോ, അത് അതിന്റെ ഒരു വശമാണ്. ഇപ്പൊ ഈ വളരെ ഈ അടുത്തായിട്ട് ഞാൻ പലരിടത്തുനിന്ന് കേൾക്കുന്നുണ്ട്, ഇനി ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല, നമ്മൾക്ക് അതെ ഒരു സൊസൈറ്റൽ പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് വരുന്നുണ്ട്. ബട്ട് അതും ഞാൻ ചില കാര്യത്തിൽ ഞാൻ ലക്ഷ്മികൾ എന്റെ ഇൻലോസ് ആണ് പൊതുവെ അത് പറയേണ്ടത്. അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല, അവരത് പറയുന്നില്ലേ. എത്ര കാലം ഇത് പഠിച്ചാൽ കിട്ടും അത്ര കാലം പഠിച്ചു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ വേറെ ഭാഗത്തു നിന്ന് ഇപ്പൊ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സൊസൈറ്റിയിലുള്ള ഒരു പ്രഷർ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക ക്രൈമാണെന്നാണ് പറയുന്നത്. ഒരു ജുവനൈലോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൈമാണ് ആസ് എ പാരന്റ്. കാരണം എന്ന് വെച്ചാൽ അവരെ നോക്കുന്നതും ചീത്തയായിട്ട് നോക്കുന്നതും അവരൊരിക്കലും നോക്കാതിരിക്കുന്നതും ഒരുപോലെയാണെന്നാണ് അവർ പറയുന്നത്. അപ്പം ആ ഒരു പ്രഷർ എനിക്ക് ഭയങ്കരമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെയിലി ന്യൂസ് പേപ്പർ, ഞങ്ങളോളം ന്യൂസ് പേപ്പർ വായിക്കുന്നവരാരും ഉണ്ടാവില്ല അല്ലേ. അതിൽ ഓരോ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഓരോരോ കേസ് സ്റ്റഡീസ് ഇൻസിഡൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ മക്കളെ തന്നെ അതിൽ കാണാം. ഒരു കുട്ടി മരിച്ചെന്ന് പോയാൽ എനിക്ക് ആദ്യം എൻ്റെ കുട്ടീനാണ് ഓർമ്മ വരിക. അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു ക്രൈം ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി നാളെ എൻ്റെ പാരന്റിങ്ങിന്റെ മോശം കൊണ്ട് ഇങ്ങനെ ആവും. അത്തരത്തിലുള്ള ഒരുപാട് ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ എന്തായാലും ഉണ്ട്. Okay, ma'am. How you manage feelings of self-doubt doing എന്നുള്ളത് അതിന് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫെയിലിയേഴ്സ് അനുഭവിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കൂടുതൽ പഠിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ഒരു ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളല്ല. ഏറ്റവും ഫെയിലിയേഴ്സ് അനുഭവിച്ച് പിന്നീട് ചെറുതെങ്കിൽ ചെറുത് സക്സീഡ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരുടെ കഥകൾ വായിക്കാനാണ് ഞാൻ നോക്കാറുള്ളത്. എപ്പോഴും ഏറ്റവും നമ്പർ ഓഫ് ടൈംസ് അതിനും അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് കേട്ടോ. ചിലർക്ക് ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഇതിൽ ഏറ്റവും പെട്ടെന്ന് സക്സസ് അറ്റൈൻ ചെയ്ത ആളൊരു ഇൻസ്പിറേഷൻ ആക്കിയിട്ട് അത് പോയിട്ട് അവരും അതുപോലെ ഒറ്റ സ്ലോട്ടിൽ സക്സസ് അച്ചീവ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എൻ്റെ ഒരു ത്രൂ ഔട്ട് എൻ്റെ ഒരു ലൈഫിൽ എനിക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഏറ്റവും വലിയ ഡൗൺ അവസ്ഥയിൽ പോയിട്ട് അതിന്ന് നല്ല രീതിയിൽ ഉയർത്ത് വന്ന ഘട്ടങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഫെയിലിയേഴ്സ് എന്നും ഒരു പ്രചോദനമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ തോറ്റവരെ ഞാൻ കൂടുതൽ അപ്പോൾ എനിക്കതൊരു ആശ്വാസമാണ്. 5 തവണ തോറ്റാലും 6ാം തവണ വിജയിച്ചവരെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ അവരിൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നൊരു കാര്യം, ആസ് ലോങ് ആസ് വി ഹാവ് ദ കൺവിക്ഷൻ ഓഫ് അവർ ഡ്രീം, ദ പെർസ്യൂട്ട് ഓഫ് അവർ ഡ്രീം, നമുക്ക് ഫെയിലിയേഴ്സ് ഒരു പ്രശ്നമല്ല. നാളെ എന്നുള്ള ദിവസം എനിക്കുണ്ടല്ലോ എന്ന് മാത്രമേ ചിന്തിക്കുന്നു. ഹാൻഡിൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ബേസിക്കലി പിന്നെ ഔട്ട് ഓഫ് ബോക്സ് ഒരുപാട് വായിക്കുന്ന ഒരാളാണ്. സാധാരണ പത്രത്തിനപ്പുറം, സാധാരണ ബുക്സിനപ്പുറം ഇപ്പൊ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഫിക്ഷൻസ് ഒക്കെ വായിക്കുന്നത് ഈ ഒരു സമയത്ത് 2-3 വർഷമായിട്ട് വളരെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിരന്തരമായിട്ട് ആൾക്കാരെ കേട്ടുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് കേൾക്കാൻ താല്പര്യം ചിലപ്പോൾ മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂ ആയിരിക്കും. തൊട്ടടുത്ത മൊമെന്റിൽ ഞാൻ കേൾക്കുന്നത് മേ ബി പഴയ പ്രസിഡന്റ് പിന്നെ നാരായണൻ സാറിന്റെ ഇന്റർവ്യൂ ആയിരിക്കും, കെ.ആർ. നാരായണന്റെ ഇന്റർവ്യൂ ആയിരിക്കും. തൊട്ടടുത്ത സമയം ഞാൻ പിന്നെ ചിലപ്പോൾ ഒരു TV സീരിയലായിരിക്കും കാണുന്നത്. അപ്പൊ എനിക്ക് നല്ലോണം അറിയാം എന്നെ ഒരു സ്റ്റേഷനിൽ നിർത്തണമെങ്കിൽ എനിക്ക് പല രീതിയിൽ പോകണം.
എൻ്റെ ഏറ്റവും വലിയ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പറ്റി വളരെ അവെയറാണ്. അപ്പം അതുകൊണ്ട് അരമണിക്കൂർ എനിക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്കൊരു വിഷമവുമില്ല. ആ സമയം ഞാനൊരു TV ഒരു വളരെ അണ്ടർ റേറ്റഡ് അല്ലെങ്കിൽ പോട്ടെ ഒരു ബിലോ ആവറേജ് സോപ്പ് ഒപ്പേറ കാണാന്ന് വെച്ചാൽ ഞാൻ ഒരു TV സീരിയൽ കാണാണ്. ബട്ട് ഐ മേക്ക് ഷുവർ അതൊന്നും ഞാൻ എന്തോ പഠിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഒരു സമയം ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല. എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ ചിലരൊക്കെ ഇതിനെക്കുള്ള ഒരാൾ സീരിയൽസ് കാണാൻ. ബട്ട് ഐ ലേൺ എ ലോട്ട് ഫ്രം ദാറ്റ്. ചിലതൊക്കെ ഞാൻ പഠിക്കാറുണ്ട്. അപ്പം എന്ത് ചെയ്താലും ഏത് നെഗറ്റീവ് എന്ന് തോന്നുന്ന കാര്യത്തിൽ നിന്ന് ഒരു പോസിറ്റീവ് ഔട്ട്കം ഞാൻ എങ്ങനെയെങ്കിലും ഡ്രോ അപ്പോൺ ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് എന്നെ കീപ്പ് ഓൺ ഒരു മൂവ്മെന്റിൽ നിർത്തുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പാട്ടൊക്കെ ഇഷ്ടം തോന്നി ഞാൻ പാട്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു രീതിക്ക് അതൊന്നും എന്തെങ്കിലും ഞാൻ പഠിക്കും. ഈ ഡിഫിക്കൽട്ട് ഫേസസ് ഒക്കെ വരുമല്ലോ, അങ്ങനത്തെ സിറ്റുവേഷനിൽ മാം എങ്ങനെയാണ് മാനേജ് ചെയ്യാറ്? പോസിറ്റീവായിട്ട് എവിടെ വരുന്ന ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ? ഫോർ എക്സാമ്പിൾ ആയിട്ട് ഫാമിലി തന്നെയാണ് ഡിഫിക്കൽട്ട് ഫേസസ് വരികയാണെങ്കിൽ മാം എങ്ങനെ പോസിറ്റീവായിട്ട് മാനേജ് ചെയ്യാം? ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരുടെ ഭാഗത്തൊന്ന് ചിന്തിച്ചു നോക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സൊസൈറ്റൽ പ്രഷർ, എല്ലാവരും പറയില്ലേ നിങ്ങളുടെ കുട്ടിയെ നോക്കാതിരിക്കുന്ന ക്രൈമാണ്. അവരുടെ ഭാഗത്തുനിന്ന് എന്താണെന്ന് ചിന്തിച്ചു നോക്കും. അവർ ആക്ച്വലി എന്നോടും ആ കുട്ടിയോടുമുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. ഞാൻ ഈ ഡ്രീം നേടിയെടുക്കരുതെന്ന് വിചാരിച്ചിട്ടല്ല എൻ്റെ തൊട്ടടുത്ത റിലേറ്റീവ്സ് അത് പറയുന്നത്. എൻ്റെ മാനസിക വിഷമം അവർ കാണുന്നുണ്ട്, ആ കുട്ടീൻ്റെ മാനസിക വിഷമം കാണുന്നുണ്ട്. അതിന് രണ്ട് രീതിയിൽ കാണാം. ഒന്ന് ഇങ്ങനെ കാണാം, പോസിറ്റീവിലും കാണാം, നെഗറ്റീവിലും കാണാം. അതായത് ഞാനിതാവുന്നത് കഷ്ടപ്പെട്ട ഞാനിത് ആയാൽ അത് അങ്ങനെ അതിനെ കാണാം. നേരെ മറിച്ച് മറ്റൊരു രീതിയിലും കാണാം. ഇത് രണ്ടുള്ളവരും ഉണ്ടാവും. ഇത് ഈ രണ്ട് ഫീലിങ്സ് ഒരേ സമയം പോകുന്ന അല്ലേ എൻ്റെ ചുറ്റുള്ളവരും ഉണ്ടാവും. പക്ഷെ ഞാൻ അതിൽ പോസിറ്റീവാ കാണാൻ ശ്രമിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നെബാൻ അതിന് നെഗറ്റീവ് ഞാൻ കാണാൻ നിന്നാൽ നഷ്ടം എനിക്കേ ഉള്ളൂ, അവർക്ക് അതുകൊണ്ട് നഷ്ടമില്ല. അവര് വേറൊരാൾ നമുക്ക് വേണ്ടി നെഗറ്റീവ് ചിന്തിക്കുന്നതുകൊണ്ട് അവർക്ക് നഷ്ടമില്ല. ആ നെഗറ്റീവിനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കേ നഷ്ടമുള്ളൂ. അപ്പൊ അവരിലെ പോസിറ്റീവ് സൈഡ്സ് കാണാൻ കഴിയുന്നതുകൊണ്ടാണ് എനിക്കിതുവരെ ആരോടും വഴക്കടിക്കേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് ഇന്ന് വരെ ഒരാളോടും പറയേണ്ടി വന്നിട്ടില്ല. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ എല്ലാ കൺസേൺസും ക്രിറ്റിസിസംസും കേട്ട് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നാം യൂസ് ചെയ്യുന്ന ഒരു റിലാക്സേഷൻ ടെക്നിക്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്? മെയിൻലി നമ്മുടെ ഹോബീസ് എന്താണോ അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. മാമിന്റെ ഹോബീസ്? ഞാൻ പറഞ്ഞില്ല, ബേസിക്കലി എൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്നുള്ള ഒരു ഇതാണ്. ഇപ്പൊ എന്നെ നിങ്ങൾ കൊണ്ടിട്ട് നാളെ ഒരു എന്താ പറയാ റിലേ കോമ്പറ്റീഷന് കൊണ്ടുപോയാൽ ഞാൻ അത് ഓടും. എന്നിട്ട് അടുത്ത ദിവസം നിങ്ങൾ കൊണ്ട് സ്വിമ്മിങ്ങിന് കൊണ്ടുപോയിട്ടാൽ എനിക്ക് സ്വിമ്മിങ് അറിയില്ല, ഞാൻ നീന്താനും നോക്കും. അങ്ങനത്തെ ഒരാളാണ്. ബട്ട് ഞാനൊന്നിലും മാസ്റ്ററാണ്. അപ്പൊ ബേസിക്കലി മ്യൂസിക് എന്ന് പറയുന്നത് ഫിലിം സോങ്സ് എന്ന് പറയുന്നത് അത് എല്ലാ ഫിലിം സോങ്സും അല്ല, മലയാളം, ഹിന്ദി, തമിഴ് നല്ല ക്ലാസിക്സ് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അത് പാടുന്നതും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ആ ഒരു സംഭവം. പിന്നെ മൂവീസ്, ആക്ച്വലി ഞാൻ ഫിലിം സ്റ്റഡീസ് ഒക്കെ ഡിസ്റ്റന്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ഒരു ഇൻട്രസ്റ്റ് സ്പെഷ്യലി റീജിയണൽ മൂവീസിൽ നല്ലോണം ഉണ്ട്. അപ്പം ഞാൻ റീജിയണൽ മൂവീസ് കാണുന്നത് മാത്രമല്ല, ഇന്ന് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ അരികെ എന്ന് പറഞ്ഞൊരു മൂവി കണ്ടു എന്ന് വെക്കുക. ആ അരികെ എന്ന് പറയുന്ന മൂവിനെ പറ്റി ഇറങ്ങിയിട്ടുള്ള എല്ലാ ഡിസ്കഷൻസും ഞാൻ കേൾക്കും. അതിനെ പറ്റിയിട്ടുള്ള എല്ലാ റിവ്യൂസും ഞാൻ വായിക്കും. എൻ്റെ ഒരു ഫിലിം കാണുന്നതിൻ്റെ പ്രോസസ്സ് അതാണ്. ഫിലിം കണ്ടു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് എന്തെല്ലാം ഡാറ്റയുണ്ടോ, അതിൻ്റെ ടെക്നിക്കൽ നോ ഹൗസ് ഉണ്ടോ, അതിനെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞതുണ്ടോ, എല്ലാം ഞാൻ വായിച്ചിരിക്കും. അപ്പോൾ ഒരു പ്രോസസ്സ് എനിക്ക് ബേസിക്കലി ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നും. പിന്നെ ഒരുപാട് നോളജും അക്വയർ ചെയ്യുന്ന മാതിരി തോന്നും. അപ്പം ഞാനൊരു ഫിലിമിനെ റിവ്യൂ ചെയ്യുന്ന രീതി, ഫിലിം കാണുക, അതിനെ റിവ്യൂ ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ റിവ്യൂവിങ് അല്ല, മറ്റുള്ളവരുടെ റിവ്യൂവിങ്ങിൻ്റെ ഒരു റിവ്യൂവിങ് ആണ്. പിന്നെ പറഞ്ഞ പോലെ എന്താ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, പേസ്ട്രീസ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കേക്ക് ഉണ്ടാക്കുക, അങ്ങനെ സംഭവങ്ങളിലൊക്കെ ആയിട്ട് മ്യൂസിക് ആൻഡ് റീജിയണൽ മൂവീസ് ഞാൻ പറഞ്ഞല്ല. എനിക്ക് സിനിമ കാണുന്ന അതേ സന്തോഷം, എന്താ പറയുക, സാറ്റിസ്ഫാക്ഷനാണ് അതിൻ്റെ ഡിസ്കഷൻസ് കേൾക്കുമ്പോഴും